അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് എന്ന പ്രമുഖനായ സഹാബിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനും മറ്റ് ഒന്ന് രണ്ട് മക്കൾ കൂടി ചരിത്രത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള മക്കൾ കൂടി ഉണ്ട്. പക്ഷെ നമ്മൾ പലർക്കും അറിയില്ല എന്ന് മാത്രം. ഉബൈദില്ല ബിൻ അബ്ബാസ് എന്ന സഹാബിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അബ്ദുല്ലാ ഇബ്നു അബ്ബാസിന്റെ ഒരു വയസ്സ് ഇളയതായിരുന്നു ഉബൈദില്ല ബിൻ അബ്ബാസ്. ഇപ്പൊ മുസ്ലിം ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇബ്നു അബ്ബാസിനെയും ഉബൈദില്ലയെയും കസീറിനെയും, അതായത് കസീർ ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു കുട്ടി കൂടിയുണ്ട്. ഇവരെ മൂന്ന് പേരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റോയിൽ നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി കുറച്ച് പിന്നോട്ട് മാറി എന്നിട്ട് പറയുകയാണ്, നിങ്ങളിൽ ആരാണ് ആദ്യം എൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നത് അവർക്ക് ഞാൻ ഒരു സമ്മാനം നൽകും എന്നുള്ളത്. അങ്ങനെ ഇവർ വളരെ ധൃതിപ്പെട്ട് ഓടി വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിക്കുന്നു. ഇങ്ങനത്തെ ചില കാഴ്ചകളൊക്കെ, വളരെ സുന്ദരമായ കാഴ്ചകളൊക്കെ ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു എക്സ്ട്രീംലി റിച്ച് ആയിരുന്നു, അദ്ദേഹം സമ്പന്നനായിരുന്നു എന്നുള്ളത് നമ്മൾ സീറ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ആരെങ്കിലും റിബ കൊടുക്കാനുണ്ടെങ്കിൽ, പലിശ കൊടുക്കാനുണ്ടെങ്കിൽ അത് ഞാൻ ഇന്നത്തോടു കൂടി അബ്രഗേറ്റ് ചെയ്യുന്നു എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഉബൈദില്ല എന്ന സഹാബി, ഉബൈദില്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസിനെ പോലെ, ഇബ്നു അബ്ബാസ് ഇൽമിന്റെ മേഖലയിലായിരുന്നെങ്കിൽ ഉബൈദില്ല ഇബ്നു അബ്ബാസ് കച്ചവടത്തിന്റെ മേഖലയിലായിരുന്നു. അദ്ദേഹം ഇതുപോലെ ഒരു സമ്പന്നനായ വ്യക്തിയായിരുന്നു എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഒരിക്കൽ അദ്ദേഹം ഒരു യാത്ര പുറപ്പെട്ട് ആ യാത്രയിൽ അദ്ദേഹത്തിന് വഴി നഷ്ടപ്പെടുകയും അദ്ദേഹം ഒരു ബദുവിന്റെ വീട്ടിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. അപ്പൊ ആ ബദുവിന്റെ വീട്ടിൽ എത്തിപ്പെട്ടപ്പോ ബദുവിന് ഈ വന്നതൊന്നും ആരാന്നൊന്നും അറിയില്ല. പക്ഷെ ആ ബദു എന്ത് ചെയ്യാണ്, അവിടെ വന്ന ഒരു ഗസ്റ്റിനെ സഹായിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ആടിനെ അറുത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പൊ ഉബൈദുല്ല ബിൻ അബ്ബാസ് പറയുന്നുണ്ട്, ഉബൈദുല്ലാ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അത് ചെയ്യരുത് എന്നുള്ളത്. പക്ഷെ അദ്ദേഹം നിർബന്ധിച്ചുകൊണ്ട് ഇത് ചെയ്യുകയാണ്. പിന്നീട് ഉബൈദുല്ലാ ബിൻ അബ്ബാസ് പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. പിന്നീട് ഈ ബദുവിന് 500 ദിനാർ എന്ന് പറയുന്നത് അന്നത്തെ വലിയ സംഖ്യയാണ്, അദ്ദേഹത്തിന് ദാനം ചെയ്യാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഭൃത്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, 5 ദീനാർ കൊടുത്താൽ പോലും അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു, അല്ലെങ്കിൽ ഒരു ആടിനെ സംബന്ധിച്ചിടത്തോളം 5 ദീനാറൊക്കെ എത്രയോ മേലെയാണ്, എന്തിനാണ് നിങ്ങൾ 500 ദീനാർ കൊടുത്തത്? അപ്പോ ഈ ഉബൈദുല്ലാ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ആ ബദു നമ്മളെക്കാൾ ദാനശീലനാണ്. അതെന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ ദുനിയാവിലുള്ളത് മുഴുവൻ നമുക്ക് വേണ്ടി തന്നു, നമ്മൾ നമ്മുടെ കയ്യിലുള്ളതിന്റെ ഒരു ചെറിയ പോർഷൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു എന്നുള്ളത്. ഇത് വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സബഖ ദിർഹമുൻ മിഅത അൽഫി ദിർഹം, ഒരു ദിർഹം എന്നുള്ളത് 1,00,000 ദിർഹമിനേക്കാൾ കൂടുതൽ പുണ്യം കിട്ടുന്ന ഒരു സദഖയായി മാറുന്ന സാഹചര്യമുണ്ട്. അതെന്താ കാരണം? ഈ ഒരു ദിർഹം കൊടുക്കുന്ന ആളുടെ കയ്യിൽ ആകെ ചിലപ്പോൾ 2 ദിർഹം ഉണ്ടാവുള്ളൂ, അയാൾ അതിൽ നിന്ന് 1 ദിർഹം എടുത്തിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ 1,00,000 ദിർഹം കൊടുക്കുന്ന ആള്, അയാളുടെ കയ്യിൽ അതിനേക്കാൾ എത്രയോ മുകളിൽ ഉണ്ടാവും എന്നുള്ളത്. ഇപ്പോ തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് അബൂബക്കർ സിദ്ദീഖും അബൂബക്കർ സിദ്ദീഖ് സ്വത്തിന്റെ മുഴുവനും കൊടുത്തു, അല്ലെങ്കിൽ അബൂബക്കറുമായി ഉമർ ഖത്താബ് ഒന്ന് മത്സരിച്ചു നോക്കി. പക്ഷെ ഉമർ ഖത്താബ് കൊണ്ടുവന്നത് സ്വത്തിന്റെ പകുതിയായിരുന്നു എന്ന്. പക്ഷെ ഉമർ ഖത്താബ് കൊടുത്ത എമൗണ്ട് അബൂബക്കർ സിദ്ദീഖ് കൊടുത്ത എമൗണ്ടിനേക്കാൾ കൂടുതലായിരുന്നു സത്യത്തിൽ. പക്ഷെ തന്റെ സ്വത്തിന്റെ മുഴുവനും അബൂബക്കർ സിദ്ദീഖ് കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് അവിടെയും അബൂബക്കർ സിദ്ദീഖ് മത്സരത്തിൽ വിജയിച്ചത്, അല്ലെങ്കിൽ ഉമർ ഖത്താബ് അബൂബക്കർ സിദ്ദീഖിന്റെ അത്ര എത്തില്ല എന്ന് ഉമർ തന്നെ പറയേണ്ട അവസ്ഥ വന്നത്. അപ്പൊ ഇബ്നു അബ്ബാസിനെ, ഉബൈദുല്ലാ ബിൻ അബ്ബാസിനെ പറ്റി മദീനയിലുള്ള ആളുകൾ പറയും, ഇൽമിന്റെ കാര്യത്തിൽ ഏറ്റവും ജനറസ് ആയിട്ടുള്ള ആളായിരുന്നു ഇബ്നു അബ്ബാസ്. അതേപോലെ ദാനശീലനായി, ദാനം ലഭിക്കുന്ന, അല്ലെങ്കിൽ ദുനിയാവിന്റെ വിഷയത്തിൽ ദാനം നൽകുന്ന ആളാണ് ഉബൈദുല്ലാ ബിൻ അബ്ബാസ് എന്നുകൂടി മദീനയുടെ ആൾക്കാർ പറയാറുണ്ടായിരുന്നു. അപ്പോ ഇതെങ്ങനെയാണ് ഉബൈദുല്ലാ ബിൻ അബ്ബാസ് ഈ ഇബ്നു അബ്ബാസിനെ സപ്പോർട്ട് ചെയ്തത്? അല്ലെങ്കിൽ ഈ അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞത് മുതൽ ലൈനിൽ ധാരാളം ആളുകൾ ക്യൂ നിൽക്കുകയാണ് ഇൽമ് നേടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ഇൽമ് നേടിക്കൊണ്ട് ഈ ഫضل ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൽമ് നൽകിക്കൊണ്ട് അബ്ദുല്ലാ ബിൻ അബ്ബാസ് ഈ പ്രതിഫലം മുഴുവൻ നേടിയെടുക്കുമ്പോൾ ഉബൈദുല്ലാ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, ചിന്തിക്കുകയാണ്, എനിക്കും ഇതുപോലൊക്കെ കിട്ടണമല്ലോ. അതുകൊണ്ട് ഉബൈദുല്ലാ ബിൻ അബ്ബാസ് തീരുമാനിച്ചത്, ആ വീട്ടിലേക്ക് ഇൽമ് തേടി വരുന്ന ആളുകൾക്കെല്ലാം ഭക്ഷണം എന്ത് ചെയ്യാണ്, ഇവര് ഉബൈദുല്ലാ ബിൻ അബ്ബാസ് സ്പോൺസർ ചെയ്യുകയാണ്. അപ്പോ ഇൽമ തേടി വരുന്ന ആളുകൾക്ക് അബ്ദുല്ലാ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിന്ന് ഇൽമ ലഭിക്കുന്നു, അവർക്ക് തന്നെ ഭക്ഷണം ഉബൈദുല്ലാ ബിൻ അബ്ബാസ് എന്ന അബ്ദുല്ലാ ബിൻ അബ്ബാസിന്റെ സഹോദരൻ സ്പോൺസർ ചെയ്യുന്നു. എന്ത് സുന്ദരമായ കാഴ്ചയാണ്. ഇപ്പോ മദീനയിലുള്ള ആളുകൾ പറയും, മൻ അറാദ ദുനിയ വൽ ആഖിറ ഫഅലൈഹി ബിദാരിൽ അബ്ബാസ്, ആർക്കെങ്കിലും ദുനിയാവും ആഖിറും വേണമെങ്കിൽ, ദുനിയാവിൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വേണമെങ്കിൽ
അല്ലെങ്കിൽ അതുപോലെ ആഖിറം എന്ന് പറഞ്ഞാൽ ഇൽമ് വേണമെങ്കിൽ അബ്ബാസിന്റെ കുടുംബത്തിലേക്ക് പോയാൽ മതി എന്നുള്ളത്. അപ്പൊ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരാള് ഇതുപോലെ സമ്പാദിക്കാൻ പോവുകയും മറ്റാൾ എന്ത് ചെയ്യുന്നു, ഇൽമ് നേടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയും ചെയ്യും. അപ്പൊ ഇവർ രണ്ട് സഹോദരന്മാരാണ്. അപ്പൊ ഈ സമ്പാദിക്കാൻ പോകുന്ന വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് കംപ്ലൈന്റ് പറഞ്ഞു, ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ സമ്പാദിക്കാൻ പോവുകയാണ്, ഞാൻ അതിന്റെ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിക്കുന്നത്, എന്നാൽ എന്റെ സഹോദരൻ എന്റെ ചെലവിൽ ജീവിക്കുകയും അങ്ങയുടെ അടുത്ത് വന്നുകൊണ്ട് ഇൽമ് നേടുകയും ചെയ്യുകയാണെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഅല്ലക തുർസഖു ബി, നിനക്ക് ഈ സമ്പത്ത് ലഭിക്കാനുള്ള കാരണം തന്നെ ഒരു പക്ഷേ അവനായിരിക്കും, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംസാരിക്കരുത് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോ അബ്ദുല്ലാഹിബിൻ അബ്ബാസും ഉബൈദുല്ലാഹിബിൻ അബ്ബാസും ആ സാഹോദര്യ ബന്ധമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരാളുടെ വീട്ടിൽ ഇൽമ് നേടാൻ വരുന്നു, അതുപോലെ ഉബൈദുല്ലാഹിബിൻ അബ്ബാസ് ആ ഇൽമ് നേടാൻ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളതൊക്കെ. എന്നിട്ട് അത് രസകരമായ മറ്റൊരു കാര്യമാണ്, ഈ രണ്ടു പേരും അവരുടെ മക്കൾക്ക് മറ്റാളുടെ പേര്, അഥവാ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ മകൻ ഉബൈദുല്ലാ എന്ന് പേരിടുകയും ഉബൈദുല്ലാ ബിൻ അബ്ബാസ് എന്ത് ചെയ്യാണ്, തന്റെ മകൻ അബ്ദുള്ള എന്ന് പേരിടുകയും ചെയ്യുകയാണ്. ഈ ഒരു പരസ്പര സാഹോദര്യത്തിന് അല്ലെങ്കിൽ സഹോദരനോടുള്ള സ്നേഹം കൊണ്ട്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാ ഇബിൻ ഉബൈദുല്ലാ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളൊക്കെ കാണാൻ, ഈ ഹദീസിന്റെ നറേഷൻസിൽ കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സഹാബത്തിന്റെ ചരിത്രമെല്ലാം പഠിക്കുമ്പോൾ നമുക്കും അതുപോലെയൊക്കെ ആവാനുള്ള, അല്ലെങ്കിൽ അതുപോലെയൊക്കെ ആയില്ലെങ്കിൽ പോലും അതൊക്കെ നമുക്കൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായി മാറിക്കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കാൻ അത് ഉപകരിക്കട്ടെ, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ. വാഹദ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.